ഹായ്. അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ലൂസിഫർ എമ്പുരാൻ ടീസർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടീസർ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ, കാണാൻ പോവാണ്. കണ്ടിട്ട് ആ ഒരു ടീസറിൻ്റെ റിയാക്ഷനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ടീസർ എങ്ങനെ ഉണ്ട് നോക്കാം. ഒഫീഷ്യൽ ടീസർ എമ്പുരാൻ L2E എമ്പുരാൻ ടീസർ. ഓക്കെ, ആശീർവാദ് സിനിമാസിൻ്റെ യൂട്യൂബ് ചാനലിലാണ് ലൈവായിട്ടുള്ള പരിപാടിയാണ് സംഭവം. വലിയ സ്റ്റേജ് പരിപാടി കാര്യങ്ങളൊക്കെയാണെന്നാണ് അറിയുന്നത്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ സംഭവം ടീസർ റിലീസ് ചെയ്തിട്ടുണ്ട് കാരണം ഞാൻ പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ടീസർ ഒന്ന് കാണാം നമുക്ക് ആദ്യം തന്നെ, എന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ കാണാം. ഓക്കെ, സെലക്ട്, പ്ലീസ് സെലക്ട് യുവർ പ്രിഫേർഡ് ലാംഗ്വേജ് ഫ്രം ദ ഓഡിയോ ഓപ്ഷൻ. ഓക്കെ, ഇതിൽ ഓഡിയോ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള സംഭവം ഉണ്ട് കേട്ടോ. നമുക്ക് ഏത് ഓഡിയോയിൽ വേണമെങ്കിൽ കാണാം. എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളത് തകർന്നു എന്ന് തോന്നിയാൽ അന്ന് അച്ഛനിക്ക് നിനക്ക് സഹായം ചോദിച്ചു ചെല്ലാനുള്ള ആളെയില്ല. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, ഫസ്റ്റത്തെ ഡയലോഗിലേക്ക്. He is the most powerful mercenary group in Asia. ലോകത്ത് എല്ലായിടത്തും പ്രസൻസ്. Sir, we have to tie the Gurkha Kata and the Quraysh Ram nexus in one place. This is our chance to win. So, ആരാണ് ഈ സ്റ്റീഫൻ? ഹിന്ദുക്കൾക്ക് ഇവൻ മഹിരാവണ്, ഇസ്ലാമിൽ ഇവൻ ഇബ്ലീസ്, മോഹൻലാൽ. Wow. Qureshi. Drama. Anthony put it down. Wow. This deal is with the devil. It's with the devil. Two. Empura. बस एक इशारा भाईजान. ഞാൻ വിചാരിച്ചതാണ് इंतजार आएगा. खुदा हाफिज. മുരളി കോടി സുകുമാരൻ നടക്കണ്ട. In the theater 27 March 2025. ഞാൻ വിചാരിച്ചതായിരുന്നു പൃഥ്വിരാജിന് എന്താ കാണിച്ചില്ലേലോ എന്നുള്ളത്, പക്ഷെ ലാസ്റ്റ് പൃഥ്വിരാജിനെയും കാണിച്ചു. ഞാൻ വിചാരിച്ചതായിരുന്നു പൃഥ്വിരാജിന് എന്താ കാണിക്കാത്തതെന്നുള്ളത്, ലാസ്റ്റ് പൃഥ്വിരാജിനെയും കാണിച്ചു. പൊള്ളപ്പൻ, കിഡിലൻ, വാക്കുകളൊന്നും പറയാനില്ല, പ്രത്യേകിച്ച് വാക്കുകളൊന്നും പറയാനില്ല. മാർച്ച് 27-ാം തീയതിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഡെവിൾ അവതരിക്കാൻ പോവുകയാണ് March 27-ന്. കഴിഞ്ഞ വർഷം ലാലേട്ടൻ്റെ നല്ലൊരു വർഷമല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു വർഷം എന്നുള്ളത് നല്ലൊരു വർഷമായി മാറട്ടെ. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് സിനിമ ആരാധകർ, മോഹൻലാൽ ആരാധകർ മാത്രമല്ല, ലാലേട്ടൻ ആരാധകർ മാത്രമല്ല, എല്ലാവരും പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയ്ക്ക് ഒരു 3-ാം പാർട്ട് കൂടിയുണ്ട്. ശരിക്കും പക്കാ ക്വാളിറ്റി, ഒരു ഹോളിവുഡ് ലെവൽ സാധനം തന്നെ പറയാം. ആ ഒരു ലെവലിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ടീസർ പൊളിച്ചടക്കിയ ടീസറാണ്. എന്താ പറയുക, വലിയ ഒരു സംഭവമല്ല, അത്രയും ലോ അല്ല, ഒരു ലെവലിൽ അവർ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, അവർ ലൂസിഫർ അങ്ങനെ തന്നെയായിരുന്നു. നമുക്കിങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ വന്ന് ഒരു അടിച്ച് കയറിയതായിരുന്നു ക്ലൈമാക്സിലേക്ക്, ലാസ്റ്റിലേക്ക്. അതേപോലെ തന്നെ ഈ ഒരു ടീസർ അതേപോലെ തന്നെ ഒരു താളത്തിൽ ഇങ്ങനെ വന്ന് ഇടിച്ചായിട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിലെ ഡയലോഗൊക്കെ, ഫസ്റ്റ് സിനിമയിലെ ഡയലോഗുകൾ കാര്യമൊക്കെ തന്നെ ആ സ്റ്റീഫനെ കുറിച്ച് പറയുന്നതും എന്താ പറയുക, ഈ ഡീൽ വിത്ത് ഡെവിൾ അത് പറയുന്നത്. അതുകൂടാതെ
വേറെ പിന്നെ നന്മയും തിന്മയും തമ്മിൽ ആ ഡയലോഗുകൾ ഇതിലെ ഡയലോഗ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് സിനിമകളിലെ ആ ഡയലോഗ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ വിഷ്വൽസ് സൂപ്പറായിട്ടുണ്ട്. ഒരു ഹോളിവുഡ് ലെവൽ സാധനം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രതീക്ഷയോടുകൂടി ഈ വർഷത്തെ ഏറ്റവും വലിയൊരു പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമയാണ് എമ്പുരാൻ. ഇതിനൊരു തേർഡ് പാർട്ട് കൂടിയുണ്ട്. അപ്പോൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു, ഈ തേർഡ് പാർട്ടിന് വേണ്ടി ഈ വർഷം സെക്കൻഡ് പാർട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു കാത്തിരിപ്പാണ് തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട്. ഏതായാലും ഇനിയൊരു ട്രെയിലറും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. 2 മാസം, ഇന്നിപ്പോൾ ജനുവരിയാണ്, ഫെബ്രുവരി മാർച്ച് 2 മാസം കൂടിയുണ്ട്. ഇന്ന് ആശീർവാദിൻ്റെ വാർഷികം കൂടിയാണ് തോന്നുന്നു. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഈ സിനിമയുടെ ടീസർ പുറത്തിറങ്ങിയിട്ടുള്ളത്. അടുത്ത് തന്നെ തുടരുമെന്ന് പറഞ്ഞ സിനിമയുടെ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ പുറത്തു വിടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 31-ന് റിലീസ് പറഞ്ഞായിരുന്നു സിനിമ. അപ്പോൾ അവർ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അടുത്ത മാസം ഉണ്ടാവും, അല്ലെങ്കിൽ എമ്പുരാൻ കഴിഞ്ഞിട്ടാണോ തുടരും സിനിമ വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിനി കാത്തിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ നിങ്ങൾ ഈ ഒരു ടീസറിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.